കാലടി സർവകലാശാലയിൽ VC SFI പോരാട്ടം കനക്കുകയാണ്. കയ്യേറ്റം ചെയ്തെന്ന താൽക്കാലിക VC സിസ തോമസിന്റെ പരാതിയിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കും. 19 SFI പ്രവർത്തകരെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എത്ര കേസുകൾ വന്നാലും VCക്കെതിരായ സമരം തുടരുമെന്ന നിലപാടിലാണ് SFI. RSS ചട്ടുകമായി VC പ്രവർത്തിക്കുകയാണെന്നും വിദ്യാർത്ഥി സമരം പൊളിക്കാനാണ് VC ശ്രമിക്കുന്നതെന്നും SFI ആരോപിക്കുന്നു. സജോ ദേവസിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സജോ, അപ്പോ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു, വലിയ പ്രതിഷേധത്തിലേക്ക് അടക്കം നീങ്ങുന്നുവെന്ന് അല്ലേ? ശ്രുതി, അതായത് കാലടി സർവകലാശാലയിൽ SFIയുടെ സമരം 1 മാസമാവുകയാണ്. വിവിധ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ അപര്യാപ്തത ക്യാമ്പസിലുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനം അസാധ്യമാകും വിധമുള്ള അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ, കുടിവെള്ളം പോലും ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട്, പഠനോപകരണങ്ങളുടെ കാര്യത്തിലടക്കം പ്രശ്നങ്ങളുണ്ട്, ഗസ്റ്റ് അധ്യാപക നിയമനത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് തുടങ്ങി അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുള്ള സമരമാണ്. ഇതിനിടെയാണ് ചില നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. സർവകലാശാലയുടെ താൽക്കാലിക VC ചുമതല പ്രൊഫസർ സിസ തോമസ് ആണ് വഹിക്കുന്നത്. 13-ന് അവർ കാലടിയിൽ സിൻഡിക്കേറ്റ് യോഗത്തിന് വന്നു. അതിനിടെ ആ ഘട്ടത്തിലും SFIയുടെ പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ അവർ ഒരു പരാതി നൽകുകയാണ്. ആ പരാതിയിൽ പറഞ്ഞത് തന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചു, അതുകൂടാതെ പ്രതീകാത്മക ശവമഞ്ചമൊരുക്കി തുടങ്ങിയ പരാതിയിലായിരുന്നു. അതിലാണ് 19 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. 4 പേരെ അറസ്റ്റ് ചെയ്തു. അതൊരു വിദ്യാർത്ഥി വേട്ടയാണ്, സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് SFI പറയുന്നു. SFIയുടെ ദേശീയ നേതാവ് ഐഷ ഘോഷ് കൂടി ഇന്ന് ക്യാമ്പസിലെത്തും, സമരത്തെ അഭിവാദ്യം ചെയ്യും. അതിനിടെ പക്ഷേ ഈ പ്രതീകാത്മക ശവമഞ്ചം ഒരുക്കി എന്ന ദൃശ്യങ്ങൾ നമ്മളടക്കം പരിശോധിച്ച് നോക്കിയാണ് അക്കാര്യത്തിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നതടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് പരിശോധനയിലൂടെ അന്വേഷണത്തിലൂടെയും വ്യക്തത വരേണ്ടതാണ്. അതേസമയം ഈ പ്രതീകാത്മക ശവമഞ്ചം ഒരുക്കി എന്ന ആക്ഷേപം ശരിയല്ല എന്ന ഒരു നിലപാട് SFI വ്യക്തമാക്കിയതാണ്. നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ നാടക വിഭാഗത്തിൽ നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ലൈറ്റുകളൊക്കെ നാളുകളായി കേടായി കിടക്കുകയാണ്. അവ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ ലൈറ്റ് മരിച്ച് എന്ന പേരിൽ നാടക വിഭാഗത്തെ വിദ്യാർത്ഥികൾ ഒരു നാടകം ഒരുക്കി പ്രതിഷേധത്തിന്റെ ഭാഗമായി അത് പ്രതീകാത്മക ശവമഞ്ചം എന്ന നിലയ്ക്ക് വ്യാഖ്യാനിച്ച് അവിടെയുള്ള ചില സംഘപരിവാർ ജീവനക്കാരുടെ സഹായത്തോടെ പുറത്തേക്ക് കൊടുത്തു. പിന്നാലെ ആ വിഷയമാണ് പരാതിയിൽ പോയത്. അങ്ങനെ അടിസ്ഥാനരഹിതമായ പരാതികൾ പോലും ഈ വിഷയത്തിലുണ്ട് എന്നൊക്കെ SFI ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു വശത്ത്. അപ്പോൾ ഇതുകൂടാതെ ഈ സർവകലാശാലയും SFIയും തമ്മിലുള്ള പോര്, അതിൽ ഗവർണറുടെ ഇടപെടൽ കൂടി ഉണ്ടാകുന്നതും കണ്ടു. നേരത്തെ ഗവർണർ തന്നെ നേരിട്ട് ഇടപെടുകയും DGPയോടക്കം വിശദാംശങ്ങൾ തേടുന്നതും നമ്മൾ കണ്ടു. അങ്ങനെ വരുമ്പോൾ അതിൽ കേസ് ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. കർശനമായ കടുത്ത വകുപ്പുകളൊക്കെ അതിൽ ചുമത്തിയിട്ടുമുണ്ട്. അങ്ങനെയാണ് ആ അറസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ കൂടുതൽ അറസ്റ്റിന് വേണ്ടിയുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ പക്ഷേ SFI പറയുന്നത് എത്ര വേട്ടയുണ്ടായാലും സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന നിലപാടാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രശ്നത്തെ ആര് സമരം ചെയ്യുന്നു എന്നതല്ല, വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രശ്നത്തെയാണ് കാണേണ്ടത്. അത് പോലീസിന്റെ വേട്ട, VC അടക്കം താൽക്കാലിക VC അടക്കം സ്വീകരിക്കുന്ന വിദ്യാർത്ഥി വിരുദ്ധ നിലപാട്, അതിന്റെ മുന്നിൽ ഒന്നും കീഴടങ്ങില്ല. സമരവുമായി ശക്തമായി മുന്നോട്ട് തന്നെ പോകും. 1 മാസത്തോളമായി ഒരു സർവകലാശാലയിൽ, അതും കാലടി സംസ്കൃത സർവകലാശാല പോലുള്ള ഒരു ക്യാമ്പസിൽ ഇത്രയും വലിയൊരു സമരം തുടരുന്നു. അതിനെ വേണ്ട വിധം അഭിസംബോധന ചെയ്യാൻ താൽക്കാലിക VCയോ ബന്ധപ്പെട്ട ആളുകളോ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതിനിടെയാണ് ഈ കേസും അങ്ങനെയുള്ള നടപടികളും ഒരു വശത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകി.